അപ്പു എന്നു പേരുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവന്റെ ലോകം ഉറക്കത്തിലും മൊബൈൽ ഗെയിമുകളിലും ഒതുങ്ങി നിന്നു. രാവിലെ വൈകി എഴുന്നേൽക്കുക, പല്ല് തേക്കാൻ മടിക്കുക, സ്കൂളിൽ പോകാൻ കരയുക, ഇതൊക്കെയായിരുന്നു അപ്പുവിന്റെ പതിവ്. അവന്റെ മുറി നോക്കിയാൽ ഒരു വലിയ കുപ്പത്തൊട്ടി പോലെ തോന്നും. തുണികളും പുസ്തകങ്ങളും അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കും. അപ്പു, നിന്റെ കാര്യങ്ങളൊന്ന് അടുക്കി വെക്കണ്ടേ എന്ന് അമ്മ ചോദിച്ചാൽ, പിന്നെ ചെയ്യാം അമ്മേ എന്ന സ്ഥിരം മറുപടി മാത്രം. ഒരു ദിവസം അപ്പുവിന്റെ സ്കൂളിൽ ഒരു വലിയ മത്സരം നടന്നു. വിജയിക്കുന്നവർക്ക് അവർ ഏറെ ആഗ്രഹിക്കുന്ന സമ്മാനം ലഭിക്കും. അപ്പുവിനും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് എഴുന്നേൽക്കാത്തതുകൊണ്ടും തന്റെ സ്പോർട്സ് ഷൂസ് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടും അവന് സ്കൂൾ ബസ് നഷ്ടമായി. മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അപ്പുവിന് വലിയ വിഷമമായി. അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലിരുന്നു. അന്ന് വൈകുന്നേരം അപ്പൂപ്പൻ അവന്റെ അടുത്തെത്തി പറഞ്ഞു, മോനെ, മടി എന്നത് ഒരു അടയാത്ത വാതിൽ പോലെയാണ്. അത് നിന്റെ മുന്നിലുള്ള എല്ലാ അവസരങ്ങളെയും തടഞ്ഞു നിർത്തും. നീ നിന്റെ സമയത്തെ ബഹുമാനിച്ചാൽ സമയം നിന്നെയും ബഹുമാനിക്കും. അപ്പൂപ്പന്റെ വാക്കുകൾ അപ്പുവിനെ ചിന്തിപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ അവൻ ഒരു മാറ്റത്തിന് തീരുമാനിച്ചു. അവൻ 6 മണിക്ക് എഴുന്നേറ്റു. സ്വന്തം ബെഡ് വിരികൾ മടക്കി വെച്ചു. പല്ല് തേച്ച് വൃത്തിയായി കുളിച്ചു. ഹോംവർക്കുകൾ നേരത്തെ തീർത്തു. ഓരോ ദിവസവും കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവന് വലിയൊരു കാര്യം മനസ്സിലായി. മടി കാണിക്കുമ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സമയം ഇപ്പോൾ അവന് കളിക്കാൻ കിട്ടുന്നു. ഇന്ന് അപ്പു ആ പഴയ മടിയനല്ല. എല്ലാവരും അവനെ മിടുക്കൻ അപ്പു എന്ന് വിളിക്കുന്നു. അവന്റെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ട്. അച്ചടക്കം എന്നത് കഠിനമായ ഒന്നല്ല, മറിച്ച് നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷകരമാക്കാനുള്ള വഴിയാണെന്ന് അവൻ പഠിച്ചു. ഗുണപാഠം: ഇന്നത്തെ ജോലി നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക. അച്ചടക്കമാണ് വിജയത്തിന്റെ താക്കോൽ.